ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് 5 രുചികളിൽ 5 തരത്തിലുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ഈ ഒരു പുട്ട് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഈ ഒരു വലുപ്പത്തിലുള്ള കപ്പയാണ്. ഇനി ഇതിൻ്റെ തൊലിയും ഉള്ളിലുള്ള കട്ടിയുള്ള നാരുമൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടെടുക്കാം. ഇനി ഈ കപ്പ ഓരോന്നായിട്ട് എടുത്തിട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൂടെ എടുക്കാം. ഇത് മൊത്തം 1.5 കപ്പ് അളവാണുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിതാ ഇതുപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ മാറ്റി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ കപ്പയിലെ വെള്ളമൊക്കെ മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞ് കളയാനായിട്ട് പറ്റും കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇനി ഈ കപ്പയിലെ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് കളയാം. നന്നായിട്ട് തന്നെ പിഴിഞ്ഞിട്ടെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. മുഴുവനും ഇതുപോലെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് അരിപ്പൊടിയാണ്. വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ആദ്യമേ കപ്പയിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സമയം ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി കപ്പ മിക്സ് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി പൾസ് ബട്ടണിൽ 2-3 വട്ടം ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതിയേ. അപ്പോഴേക്കും നമുക്കിത് ചെറിയ ചെറിയ തരിയായിട്ട് കിട്ടും. നിങ്ങളിത് കറക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കട്ട പിടിച്ച പോലെയൊക്കെ തോന്നുവാണെങ്കിൽ 1-2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്താൽ മതി. ഇതുപോലെ ചെറിയ ചെറിയ തരിയായിട്ടാണ് കേട്ടോ ഇത് പൊടിച്ചിട്ടെടുക്കേണ്ടത്. ഇനിതാ ഈ ഒരു പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കണത് കപ്പപ്പുട്ടാണ്. നമ്മൾ സാധാരണ പുട്ടൊക്കെ തയ്യാറാക്കുക പുട്ടുകുറ്റിയിൽ വെച്ചല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ചിരട്ടയിലാണിത് തയ്യാറാക്കണതെന്ന് മാത്രം. ഈ ചിരട്ടയിൽ ധാരാളം വൈറ്റമിൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചിരട്ടയിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും സഹായിക്കും കേട്ടോ. ഭക്ഷണമൊക്കെ നമ്മൾ ചിരട്ടയിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതായിരിക്കും. എന്ന് വെച്ച് ഈ ഒരു പുട്ട് ചിരട്ടയിൽ തന്നെ തയ്യാറാക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് വേണമെങ്കിൽ പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽ വെച്ചോ ഒക്കെ ഇത് തയ്യാറാക്കാനായിട്ട് പറ്റുമേ. നമുക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്യാം. ഇനി നമ്മുടെ സാധാ പുട്ട് തയ്യാറാക്കണ പോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പൊടിയും പിന്നെ കുറച്ച് തേങ്ങയും അങ്ങനെ ലെയറായിട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കണ തേങ്ങയ്ക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ചേർക്കാം. ഞാനിനി ഇത് വേവിച്ചിട്ടെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ്. അതിനായിട്ട് വേകാനായിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഈ ചിരട്ട ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ്. അപ്പോഴേക്കും നമുക്ക് ഈ പുട്ടൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നല്ലപോലെ ഇത് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോവട്ടെ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ കപ്പപ്പുട്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. കപ്പപ്പുട്ട് മിക്കവരും തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. ഇതുവരെ വീട്ടിൽ കപ്പപ്പുട്ടൊക്കെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു തവണ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മുടെ രണ്ടാമത്തെ ഈ ഒരു പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് മട്ടേരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം 5 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഈ അരിയൊക്കെ നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വയ്ക്കാം. 15 മിനിറ്റ് നേരം ഈ അരിയൊക്കെ അരിപ്പയിലേക്ക് ഇങ്ങനെ തന്നെ ഇട്ട് വയ്ക്കണേ. അപ്പോഴാണ് ഈ അരിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് നമുക്ക് കിട്ടുക. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇനി അരിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടെടുക്കണത്. ഫൈൻ പൗഡറായിട്ടല്ല, നമ്മുടെ പുട്ടുപൊടിയൊക്കെ പോലെ ചെറിയ ചെറിയ തരിയായിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടെടുക്കേണ്ടത്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പുട്ടുപൊടി. ഇനി ഇത് നനച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നനച്ചെടുത്തിട്ടുള്ള പുട്ടുപൊടിയുടെ ആ ഒരു പാകത്തിൽ തന്നെയാണ് ഇതും നമുക്ക് കിട്ടുക. ഇനി ഈ പൊടി നമുക്ക് സാധാ പുട്ടുപൊടി പോലെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി.
ഞാനിനി പുട്ടുപൊടി വെച്ചിട്ട് തയ്യാറാക്കുന്നത് പാൽപുട്ടാണ്. അതിനായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ പുട്ടുപൊടിയിൽ നിന്നും 1.5 കപ്പ് പുട്ടുപൊടിയാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചേർക്കണ തേങ്ങയ്ക്കും ക്യാരറ്റിനും ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. നമ്മളിത് ഈ ഒരു പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പുട്ട് തയ്യാറാക്കുമ്പോഴാണ് കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്തിലേക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 4 സൈഡിൽ നിന്നും ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമ്മുടെ പുട്ട് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിൽ പാകത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുത്ത ശേഷം ഇങ്ങനത്തെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കൂട്ട് വെച്ച് കൊടുക്കണത്. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ പുട്ടൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ തന്നെ പുട്ട് തയ്യാറാക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് പുട്ടുകുറ്റിയിലിട്ട് തയ്യാറാക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇപ്പോൾ നമ്മുടെ പുട്ടൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ഈ ഒരു പാൽപുട്ടിന് ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും, പഞ്ചസാര തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് ശർക്കരപ്പൊടി ചേർത്തിയാലും കുഴപ്പമില്ല. ഇനിതാ നമ്മുടെ ഈ ഒരു പുട്ടിന് കുറച്ചും കൂടെ നല്ലൊരു രുചി കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ പാൽപുട്ട്. ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ, പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതുവരെ ഈ രീതിയിൽ പുട്ടൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഹെൽത്തി ആയിട്ടുള്ള പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനിതായി നെയ്യൊക്കെ ചൂടായി വരണ സമയത്ത് 1/2 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും, ചതച്ചെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ കുരുമുളകും, 1 ടീസ്പൂൺ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയും, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് മീഡിയം വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 3 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിതാ ഇതിലേക്ക് ചേർക്കണത് 1 കപ്പ് ജോവർ ഫ്ലോറാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ മിക്ക സൂപ്പർ മാർക്കറ്റിലും തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സൂപ്പർ ഫുഡാണിത്. ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണത് ഒത്തിരി നല്ലതാണ്. ഇനി ഇത് 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയി കഴിഞ്ഞാൽ കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് നനച്ചെടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കാറില്ലേ, അതുപോലെ തന്നെ എനിക്കിത് നന്നായിട്ട് നനച്ചെടുക്കാനായിട്ട് 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത്. ഇനി കൂട്ടിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഈ ഒരു പുട്ടുപൊടി കറക്റ്റ് പാകത്തിലാണോ എന്നറിയാനായിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കാം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പഴയപടി ആകണേ ഒരു പാകം. ഞാനിനി ഇത് വേവിച്ചിട്ടെടുക്കണത് ചിരട്ടയിൽ വെച്ചാണ്. ചിരട്ടയിൽ വെച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇത് ചിരട്ടയിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ പുട്ടുകുറ്റി ഉണ്ടാവില്ലേ, പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ടെടുത്താലും മതി. ഇനി ചിരട്ടയിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കാം. ഇനിതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ജോവർ ഫ്ലോറിൻ്റെ ആ ഒരു കൂട്ടും കൂടെ ഇട്ട് കൊടുത്ത ശേഷം കുക്കറിൽ ഇത് വേകാനായിട്ട് പാകത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് കുക്കറിൻ്റെ വെയിറ്റ് ഊരി മാറ്റിയ ശേഷം ഈ ഒരു ചിരട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ പുട്ടൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും.
ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ജോവർ ഫ്ലോർ കൊണ്ടുള്ള ഈ ഒരു പുട്ട്. ഇതിൽ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ ആവി വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. കൈയൊക്കെ പൊള്ളാതെ വേണം ഇങ്ങനെ വെക്കാനായിട്ട്. ഈ ഒരു പുട്ട് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. നമ്മുടെ ആരോഗ്യത്തിനും ഒത്തിരി നല്ലതാണല്ലോ. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുവേ. ഈ രീതിയിൽ പുട്ടൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ ഈ 4ാമത്തെ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് റാഗിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് നനച്ചെടുക്കാം. നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ആദ്യമേ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നനച്ചെടുക്കണേ കഴിഞ്ഞും ഒന്നും കൂടെ നല്ലത് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കണതാണ്. ഇനിതാ ഇതിങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കാം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പഴയപടി ആകണ ഒരു പാകം. ഇനിതാ ഈ പൊടിയൊക്കെ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. ചെറിയ കട്ടയൊക്കെ ഉള്ളത് പോവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതുമാത്രമല്ല നമ്മൾ ഈ പൊടി ഇങ്ങനെ അരിച്ചിട്ട് കൂടി എടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള റാഗിപ്പുട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഞാനിനി ഇതും വേവിച്ചിട്ടെടുക്കണത് ചിരട്ടയിൽ വെച്ച് തന്നെയാണ്. ഇതായി ചിരട്ടയിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം കുറച്ച് തേങ്ങ ഇതിനുള്ളിലായിട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാവേ. ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റാഗിപ്പൊടിയും പിന്നെ തേങ്ങയും അങ്ങനെ ലെയറായിട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് കൊടുത്ത ശേഷം ഇതാ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു പാത്രം വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ചിരട്ട വെച്ച് കൊടുക്കണേ. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ പുട്ടൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും. നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടിയും നെയ്യുമാണ് കേട്ടോ ചേർക്കണത്. നിങ്ങൾക്ക് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ മധുരമുള്ള ഈ ഒരു റാഗിപ്പുട്ട്. ഇത് കഴിക്കാനായിട്ടും നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതുവരെ ഈ രീതിയിൽ റാഗിപ്പുട്ടൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ഈ ഒരു പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് നല്ലോണം പഴുത്തിട്ടുള്ള ഒരു മാങ്ങയാണ്. ഇത് കുറച്ച് വലിയ മാങ്ങയായതുകൊണ്ട് ഇത് മുഴുവനും വേണ്ട, ഇതിൻ്റെ പകുതി മതിയാകും. ഇനി മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടെടുക്കാം. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയും നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ള മാങ്ങയിൽ നിന്നും 1/2 കപ്പ് മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് പൾസ് ബട്ടണിൽ 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അല്ലാതെ തന്നെ നമുക്കിത് തരിതരിയായിട്ട് നമ്മുടെ പുട്ടുപൊടിയുടെയൊക്കെ പാകത്തിൽ കിട്ടും. നമ്മളിവിടെ തയ്യാറാക്കണതും ഈ ഒരു പൊടി കൊണ്ടുള്ള പുട്ടാണ്. അപ്പോൾ നിങ്ങളിത് കറക്കിയെടുത്ത് വരണ സമയത്ത് നനവൊക്കെ നല്ലോണം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ടെടുത്താൽ മതി. അതുപോലെ നനവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. ഇനിതാ ഈ ഒരു പുട്ടുപൊടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും, നല്ല മധുരമൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ശർക്കരപ്പൊടി ചേർത്തോളൂ. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 നുള്ളു ഉപ്പും, ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള കുറച്ച് ഉണക്കമുന്തിരിയും കശുവണ്ടിയും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുമാത്രമല്ല കേട്ടോ, ഈ സമയം നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുത്താലും നല്ലത് തന്നെയാണ്. ഇനിതാ നമ്മുടെ ഈ ഒരു പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പുട്ടുകുറ്റിയിലിട്ട് തയ്യാറാക്കണതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുട്ടുപൊടിയും പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ ഈ ഒരു കൂട്ടില്ലേ ഇതും അങ്ങനെ ലെയറായിട്ട് ചെയ്തിട്ടെടുക്കാം. ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ആവി കയറ്റി എടുക്കാം.
ഇനിതാ ഈ പാത്രം മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ ഈ പുട്ടൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഞാനിതിപ്പോൾ വേവിക്കാനായിട്ട് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള മാമ്പഴപ്പുട്ട്. മാങ്ങയുടെ നല്ലൊരു ഫ്ലേവറായിരിക്കും ഈ ഒരു പുട്ടിനുണ്ടാവുക. അതുപോലെ നമ്മൾ നടുവിലായിട്ട് ചേർത്തിട്ടുള്ള ആ ഒരു നട്ട്സിൻ്റെയും തേങ്ങയുടെയും ആ ഒരു കൂട്ടില്ലേ, അതും കൂടെ വെച്ചിട്ട് ഈ ഒരു പുട്ട് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. നിങ്ങൾ പുട്ടൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്